പദ്ധതിയുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ നോക്കണ്ടേ? അതിന്റെ ബെനിഫിഷ്യറീസ് ആരാണെന്ന് നോക്കണ്ടേ? ആ ബെനിഫിഷ്യറീസിനെ കുറിച്ചൊക്കെ ഒരുപാട് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. നിൽക്കൂ, നമുക്ക് ആദ്യം ഒന്ന് സംസാരിക്കാം. ബെനഫിഷ്യറികളെ കുറിച്ചിട്ട് ഒരുപാട് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. ഏത് ബെനഫിഷ്യറിയെ കുറിച്ചായി പറഞ്ഞ് മനസ്സിലായോ? സ്ത്രീകൾക്ക് ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന പേരിൽ പിണറായി വിജയൻ ഗവൺമെന്റ് 1000 രൂപ വെച്ച് കൊടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം എനിക്കൊരു ചെറിയ തെറ്റുപറ്റി. ഞാനത് 30 വയസ്സ് മുതലുള്ള സ്ത്രീകൾക്കെന്നാ ഞാൻ പറഞ്ഞത്. അല്ല, 35 വയസ്സ് മുതലുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു 1000 രൂപ വീതം കിട്ടിയിരുന്നത് കേട്ടോ. ഒരു 60 വയസ്സ് വരെ. അത് കഴിഞ്ഞ പിന്നെ പെൻഷൻ ഉണ്ടല്ലോ, അങ്ങനെ കിട്ടിയിരുന്നു. പക്ഷേ ഇതിപ്പോ പറയുന്നത് ഇതിന്റെ ബെനഫിഷ്യറികളെ കുറിച്ച് ഭയങ്കര സംശയമുണ്ട്. ആരാണ് ഇതിന്റെ ബെനഫിഷ്യറികൾ? സ്ത്രീകളാണ്. 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെയാണ് ഇദ്ദേഹത്തിന് സംശയമുണ്ടെന്ന് VD സതീശൻ മേനോൻ, ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി പറയുകയാണ്. പിണറായി വിജയൻ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ആ ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്, ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ. എത്ര കാലമാണ് ഇവർ പരിശോധന തുടരുക എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. ഇങ്ങനെ പരിശോധിക്കാൻ വേണ്ടി പലതും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പലതും മാറ്റി വെച്ചിട്ടുണ്ട്. ഈ മാറ്റിവെച്ചിന്റെ അവസാനം എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് മണ്ണിട്ട് മൂടും. അതിന്റെ മുകളിൽ ചിലപ്പോൾ ഇവന്മാര് മൈലാഞ്ചി കാടങ്ങട്ട് വളർത്തും. ഒരാളും പിന്നെ ആ ഭാഗത്തേക്ക് ചിലപ്പോൾ തിരിഞ്ഞു നോക്കിയെന്ന് വരില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പച്ചമലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 3600 കോടി രൂപ വേണ്ടിയിരുന്ന ആ ഒരു പദ്ധതി ഒഴിവാക്കിയിട്ട് ആ പദ്ധതിയുടെ പണം ഒരു 3 മാസത്തേക്ക് മാസം വെറും 800 കോടി രൂപ ചെലവ് വരുന്ന ആ ഒരു KSRTC ഫ്രീ പദ്ധതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്നാണ്. ഇനി നമ്മൾ സിമ്പിളായിട്ട് ഇതിനെ മനസ്സിലാക്കേണ്ടത്. വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നല്ല കാര്യം കേട്ടോ. എന്തായാലും ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. എങ്ങനെ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഡീറ്റെയിൽസ് ഞങ്ങൾ നോക്കണ്ടേ? അതിന്റെ ബെനിഫിഷ്യറീസ് ആരാണെന്ന് നോക്കണ്ടേ? ആ ബെനിഫിഷ്യറീസിനെ കുറിച്ചൊക്കെ ഒരുപാട് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ആ ബെനഫിഷ്യറികളെ കുറിച്ച് ഒരുപാട് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൗജന്യ ബസ് യാത്രയുടെ ബെനഫിഷ്യറീസ് ആരാണ് പറയണ്ടേ? എലിജിബിലിറ്റി നോക്കിയായിരുന്നോ ആ ഒരു സൗജന്യ യാത്ര അവർക്ക് കൊടുത്തിരുന്നത്? എന്തിന്റെ മാനദണ്ഡത്തിലാണ് അവർക്ക് ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തത്? ഈ കേരളത്തിൽ സ്ത്രീകൾ മാത്രമാണോ യാത്ര ചെയ്യുന്നത്? സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ സൗജന്യം കൊടുക്കേണ്ട എന്ത് തരം പ്രശ്നമാണ് കേരളത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്നത്? ഇതേ മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞത്, പുരുഷന്മാർക്ക് ഫ്രീ കൊടുക്കാത്തത് അവർക്ക് ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ബാക്കി വരുന്ന തുക കൊണ്ട് അവർ മദ്യപാനം നടത്തുമെന്ന്, കള്ളു കുടിക്കുമെന്ന്. ഒരേ അളവ് പാത്രമാണ് ഇദ്ദേഹം എല്ലാവർക്കും ഉപയോഗിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇദ്ദേഹത്തിന് ചിന്തയിലുള്ള ആണുങ്ങൾ മുഴുവൻ മദ്യപാന്മാരാണ്. ഒപ്പം ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അതെല്ലാം ഗവൺമെന്റിലേക്ക് ലാഭം ഉണ്ടാവുകയേ ചെയ്യുള്ളൂ. എന്തൊരു പരിഹാസമാണ് ഇവിടുത്തെ ആണുങ്ങളെ മുഴുവൻ പറഞ്ഞത്. പക്ഷെ ഇവിടുത്തെ ആണുങ്ങൾക്ക് അതൊന്നും മനസ്സിലായില്ല. കാരണം എല്ലാവരും ആ ഒരു ചിരിയിൽ അങ്ങോട്ട് മയങ്ങിപ്പോയി അല്ലേ? അങ്ങനെ സംഗതിയൊക്കെ ഉണ്ടല്ലോ, മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി രാവിൽ പിന്നിലവളയിൽ അങ്ങനെയൊക്കെ പാട്ടൊക്കെ ഉണ്ട്. നീ തൊടുമ്പോൾ ഞാൻ. എന്തായാലും സംഗതി ഇത്രയേ ഉള്ളൂ. അനുഭവിക്കുക എന്നൊക്കെ ചില ആളുകളൊക്കെ കമന്റ് അടിച്ചിട്ടുണ്ട്. എന്തൊക്കെ തന്നെ അനുഭവമാണെങ്കിലും അതില് ഒരു ബെനിഫിഷ്യറികളെ എന്തുകൊണ്ടാ നോക്കാന്? നോക്കൂ, ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുന്നവരില് എല്ലാവരും പാവപ്പെട്ട ആളുകളാണോ യാത്ര ചെയ്യുന്നത്? ആണോ? അല്ല. അതില് മാസം ഒരുപക്ഷെ 1 lakh വരെ പൈസ ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ? അതില് ഗവൺമെന്റ് ജോലി നേടിയ ആളുകൾ ഉണ്ടാവില്ലേ? അവർക്കൊക്കെ എന്തിനാണ് ഫ്രീ യാത്ര? അങ്ങനെ എന്ത് മാനദണ്ഡം നോക്കിയിട്ടാണ്? അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീകൾക്ക് യാത്ര കൊടുക്കുകയാണെങ്കിൽ അത് പണിക്ക് പോകുന്ന ആളുകൾക്ക് പ്രത്യേക കാർഡ് തയ്യാറാക്കണ്ട. അത്തരം ആളുകൾക്ക് ഗവൺമെന്റ് ജോലിയുള്ളവർക്ക് ഫ്രീ യാത്രയില്ല എന്ന് തന്നെ പറയണ്ടേ? ഇങ്ങനെ എന്ത് എലിജിബിലിറ്റി നോക്കിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ഇതിൽ മാത്രം പിണറായി വിജയൻ ഗവൺമെന്റ് കൊണ്ടുവന്ന ആ 1000 രൂപയുടെ ആ ഒരു പദ്ധതിയിൽ മാത്രം ഇങ്ങനെ ബെനഫിഷ്യറികളെ തപ്പേണ്ട എന്ത് പ്രയാസമാണ് ഈ VD സതീശൻ മേനോൻ ഗവൺമെന്റിനുള്ളത്? ബൈ.